ഡോറ് തുറക്ക മനുഷ്യ. എന്തുവാടി ഇത്? നീ ഇത് കഴുകാറൊന്നുമില്ലേ? മനുഷ്യൻ മണമടിച്ച് കിറങ്ങി പോകും. കിറങ്ങും. നിങ്ങൾ അങ്ങോട്ട് മാറിക്കേ, നോക്കട്ടെ. നീ എന്ത് കുന്താവളി കിടന്ന് തപ്പുന്നേ? നിന്റെ സംശയമൊന്നും ഒരു കാലത്ത് മാറില്ലേ? നിങ്ങളെ എങ്ങനെയാ സംശയിക്കാതിരിക്കുന്നേ? നീ എന്തെങ്കിലും ചെയ്. എന്താ തള്ള നിന്ന് വിറയ്ക്കുന്നേ? നിങ്ങള് രണ്ട് കീറിയിട്ടുണ്ടോ? രണ്ട് വീശുന്നോ? കവിളൊക്കെ തുടുത്ത് നല്ല സെക്സി ആവും. ഇങ്ങോട്ട് വാടി. നിനക്ക് രക്ഷപ്പെടണമല്ലേ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായി. വിടടാ എന്നെ, പരമദ്രോഹി. ഉറക്കത്തിലെ എണീറ്റ് നടക്കുന്ന അസുഖം അതിപ്പം മതിലിയാട്ടം വരെ എത്തിയെന്നേ ഉള്ളൂ. നിന്റെ അസുഖം എന്താണെന്നൊക്കെ എനിക്ക് അറിയാമടി. അതിനുള്ള മരുന്നും എന്റെ കയ്യിലുണ്ട്. എന്നെ വെറുതെ വിട്ടേക്കൂ, എനിക്ക് മതിയായി. വിടാമടി. നിന്നെ കാലപുരിയിലേക്ക് തന്നെ ഞാൻ അയക്കാം. ദയവ് ചെയ്ത കുട്ടികളെ അരിങ്കൊല ചെയ്യരുത്. ഇങ്ങനെ അവർ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളും. പിന്നെ അതിനല്ലേ ഞാൻ അവറ്റകളെ തീറ്റി പോറ്റണേ. പരമദ്രോഹി, നീ പുഴുത്തു ചാവുമടാ. കൊല്ലടാ എന്നെ കൊടി. നടക്കടി ഇങ്ങോട്ട്. തന്ന കൈക്ക് എന്നെ കൊത്തുനോടി. ഇന്ന് ഈ ബലിക്കല്ല് നീ ഇല്ലാതാവും. ഈ മരണം നീ ഇരന്ന് വാങ്ങിയതാടി. അതോടുകൂടി ഈ വർഷത്തെ 9 നരബലികളും പൂർത്തിയാവും. ഓരോ നരബലി കഴിയും തോറും എന്റെ പ്രശസ്തി രാജ്യാന്തരങ്ങളോളം ഉയരുകയാണടി. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഞാനിവിടെ വന്നിട്ട് പോയത്. നല്ല ചുറുചുറുക്കൂടെ ഓടിയിടുന്ന മനുഷ്യനാണ്. 42 വയസ്സേ ആയിട്ടുള്ളൂ. വിവാഹം പോലും കഴിച്ചിട്ടില്ല. ഹാർട്ട് അറ്റാക്ക് ഒക്കെ എപ്പോഴാ വരാന്ന് ആർക്കാ അറിയാം. എന്തായാലും അദ്ദേഹം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. വീടൊക്കെ കണ്ടില്ലേ? എത്ര സിമ്പിളായ ജീവിതമാ. ബോഡി എപ്പോഴാ എത്തുക? 11 മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്ര പുറപ്പെടും. ഒരു 12 മണിയാകുമ്പോഴേക്ക് നിയമസഭാ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ ഇവിടെ എത്തുമെന്നാ തോന്നുന്നത്.
ഹലോ, ഒന്നും വിചാരിക്കല്ലേ. കരുതിക്കൂട്ടി ഫോൺ എടുക്കാത്തതല്ല ചഞ്ചു. എനിക്കിപ്പോ ഫോൺ എടുക്കാനുള്ള മൂഡിലല്ല എന്ന് നിനക്കറിയാലോ. നിനക്കറിയാലോ, എറണാകുളത്ത് ഈ മാസം എന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. മോഹനായിരുന്നു അതിന്റെ ഫിനാൻസ് ചെയ്യാമെന്നേറ്റിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി അവർക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഞാൻ വാഷ്റൂമിലേക്ക് പോയിരുന്നു. വാഷ്റൂമിൽ പോയി ഞാൻ തിരിച്ചു വരുമ്പോ ചഞ്ചു ഞാൻ കണ്ടത്. എനിക്കറിയില്ല എന്റെ മോനെന്താ പറ്റിയെന്ന്. എന്തോ ഒരു വീഡിയോ ചാറ്റിംഗ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും പറയണു മോഹൻ ഏതോ ആയുധത്തിന്റെയൊക്കെ ഇടപാടുണ്ടെന്ന്. ഒന്നിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ചഞ്ചു. എനിക്കും എന്റെ മോനും ഇനി ആരാ ഉള്ളേ? ആരുമില്ലാതായില്ലേ ഞങ്ങൾക്ക്?